കല്യാണം ഉറപ്പിച്ചോ? കല്യാണം കഴിക്കാൻ പോണ ആളുകൾക്കുള്ള ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏതാ? സ്വർണം, കാറ്, ഫ്ലാറ്റ്? അല്ല, പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻ. എന്താണെന്നറിയോ? കപ്പിൾ കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് കേസ് നമ്മൾ കാണുന്നതാണ്. അപ്പം നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, ഒരു നല്ല അവയർനെസ് ക്ലാസ് അവർക്ക് കൊടുക്കായിരുന്നെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു എന്ന്. അപ്പോൾ അവയർനെസ് ക്ലാസ്സിൽ കൊടുക്കേണ്ട കണ്ടൻറ്റുകൾ എന്താണെന്നും കൂടി അറിയണം. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതിൽ ലിസണിങ് സ്കില്ലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ആളുകളായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഒരു അഫെക്ഷൻ ഉണ്ടാക്കാനും ഒക്കെ കഴിയണം. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇൻലോ റിലേഷൻഷിപ്പ്, ഹെൽത്തി ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കുക, അതേപോലെ തന്നെ ലൈഫ് സ്കിൽസ്, ബഡ്ജറ്റിംഗ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യമാണ് അവനവൻ്റെ ചെലവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ഓൺലൈനിലുള്ള കുറേ ഫിനാൻഷ്യൽ തട്ടിപ്പുകളൊക്കെ ഉള്ള കാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ബഡ്ജറ്റിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. വേറൊരു വലിയ കാര്യമാണ്, എല്ലാവർക്കും അറിയാൻ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ സംസാരിക്കാൻ അത് ഇഷ്ടപ്പെടില്ല, സെക്സ് എഡ്യൂക്കേഷൻ. അതും കൃത്യമായിട്ട് അറിയണം. ആളുകൾക്ക് ആകെ അറിയുന്നത് സോഷ്യൽ മീഡിയന്നോ ഫ്രണ്ട്സിൽ നിന്നൊക്കെ, അല്ലാണ്ട് ഒരു ഓതൻറ്റിക് നോളേജ് കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ സെക്സ് എഡ്യൂക്കേഷനൊക്കെ ഇതിൽ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് പാരൻറ്റിങ്, അതേപോലെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനെ പറ്റിയൊക്കെ. പിന്നെ ലോ റിലേറ്റഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ആസ്പെക്ട്സ് ഓഫ് മാരേജ് വേണം. പിന്നെ ലൈഫ് സ്കില്ലൊന്നും ഇല്ലാണ്ട് കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. ലൈഫ് സ്കിൽസ് വേണം. അറിയില്ലെങ്കിൽ നെറ്റ് നോക്കുക. 10 ലൈഫ് സ്കില്ലുണ്ട് WHO ഒക്കെ ശുപാർശ ചെയ്യുന്നത്. ഇത്രയൊക്കെ പഠിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.